ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വെടിക്കെട്ടുണ്ടാകുന്ന സ്ഥലത്ത് പോലും അതിൻ്റെ മാക്സിമം ഡെസിബലിനെ കുറിച്ച് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ആ നിയന്ത്രണങ്ങൾ പരിശോധിക്കുന്നതിനോ വേണ്ട വിധം നടപ്പാക്കുന്നതിനോ വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളത് കൊണ്ട് അതും കൃത്യമായ രൂപത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം നിൽക്കുകയാണ്. ശബ്ദ മലിനീകരണത്തിൻ്റെ നിയന്ത്രണം നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്നു, നല്ല കാര്യം. പക്ഷെ അതോടൊപ്പം ശബ്ദം കേൾക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇനി ഒരു വ്യക്തി പോലും സംസാരശേഷി ഇല്ലാത്ത, കേൾവി ശേഷി ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇത് ഈ രണ്ട് ലക്ഷ്യങ്ങൾ കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ശബ്ദ മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും അതുപോലെ തന്നെ അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളവുമാണ്. ഇതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയാണ്. അനുവദനീയമായ ശബ്ദത്തെക്കാൾ കൂടുതൽ കേൾക്കാനിടയാണ് തൽക്ഷണമോ ക്രമേണ കേൾവിക്കുറവിലേക്ക് നയിക്കും.